ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. നമ്മുടെ PMൻ്റെ എക്സാമിന് ആകെ 2 ആഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ എത്ര മണിക്കൂർ പഠിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇന്നത്തെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തു. കാരണം ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് അച്ചീവ് ചെയ്തോ ഇല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 C സെക്ഷൻ ചെയ്യണം, ഒരു സെക്ഷൻ മൊത്തം A ചെയ്യണം, പിന്നെ 2 B സെക്ഷൻ ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിനി C സെക്ഷനിൽ ചെയ്തു തീർക്കാനുള്ളത്. എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഇതിലുള്ള 44 ക്വസ്റ്റ്യൻസും ചെയ്തു തീർക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വീലാൻഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ഒരു ടിപ്പ് തരാം. നമ്മളിപ്പോൾ C സെക്ഷൻ ആയാലും B സെക്ഷൻ ആയാലും ഒക്കെ ആദ്യം തന്നെ പോയിട്ട് സിനാരിയോ അല്ല വായിക്കേണ്ടത്. നമ്മൾ ആദ്യം അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കണം. എന്നിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് സിനാരിയോ വായിച്ചാലേ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിനാരിയോ ഒരു വട്ടം വായിച്ചു, പിന്നെ റിക്വയർമെൻറ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ആ സിനാരിയോ വായിക്കേണ്ടി വരും എന്താ കാര്യം എന്ന് മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ അത്രയും ടൈം നമുക്ക് അവിടെ നഷ്ടമാവുകയാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഞാനിതിൽ മാക്സിമം ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എക്സാമിനും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള മാക്സിമം ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ACCA ആവണമെന്നല്ല കേട്ടോ, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അങ്ങനെ വീലാൻഡ് എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ റിവ്യൂ ചെയ്യണം. നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യാറ്, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നോക്കി അവരുടെ ആൻസറും നമ്മുടെ ആൻസറും വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് ഏകദേശം നമ്മൾ ഊഹിച്ചൊരു മാർക്ക് അങ്ങോട്ട് ഇടും. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും ക്വിക്കായിട്ട് നമ്മുടെ ആൻസർ റിവ്യൂ ചെയ്ത് അതിലുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും കൂടി പറഞ്ഞു തരുന്ന ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ChatGPTയിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ ആൻസർ സ്കീം ഇട്ട് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് അത് റിവ്യൂ ചെയ്ത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ അനാലിസിസ് ചെയ്ത് തരും. ഹലോ, ഇപ്പോൾ ടൈം 9:18 നമ്മൾ 7:20 ചെയ്യാൻ തുടങ്ങിയതാണ് ആ ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് 2 അവർ എടുത്തു എന്ന് തന്നെ പറയാം. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതി എന്നിട്ട് ChatGPT കൊണ്ടുവന്നിട്ട് അതിനെ വാല്യൂ ചെയ്ത് തന്നു. എന്നിട്ട് നമ്മുടെ മിസ്റ്റേക്കൊക്കെ ഒന്ന് പഠിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും 2 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2, 4, 6, 8 മണിക്കൂർ വേണം ഈ ഒരു C സെക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ A സെക്ഷനിലെ ഒരു ഫുൾ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ A സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ അല്ല. പിന്നെ B സെക്ഷൻ മാക്സിമം പറ്റുന്നതരം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്രയും ടൈം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ടൈമൊന്നും എടുക്കില്ല. നമുക്ക് എന്നാലും ഒരു മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും ഒരു C സെക്ഷനായിട്ട്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു 35-45 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ട് ഡെയിലി 2 മണിക്കൂർ പഠിച്ചാൽ മതിയോ, ഡെയിലി 1.5 മണിക്കൂർ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളിതൊന്ന് കാണുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും ടൈം എടുക്കും, ഇതിനേക്കാട്ടിലും ടൈം എടുക്കും ചില ആൾക്കാർക്ക്. നമുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് എഴുതുമ്പോൾ ആൻസർ കിട്ടിക്കോണമെന്നില്ല. ഞാൻ ഇത്രയും നേരെ ഇരുന്ന് എഴുതിയിട്ടും എൻ്റെ ആൻസർ പകുതി മുക്കാലും തെറ്റാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ശരിയാക്കുക? നമ്മളിപ്പോൾ ആൻസർ നോക്കി, ഞാൻ ഈ ChatGPT നോക്കി ആ ആൻസർ പഠിച്ചു. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം എപ്പോഴും എഴുതി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അല്ല ഫസ്റ്റ് തന്നെ അത് ശരിയായേ പറ്റൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചാൽ നടക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് വേഗം പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ C സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, അങ്ങനെ ഒരു 9:20 ഒക്കെ ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയാണ് കഴിക്കാനുള്ളത്. പക്ഷേ എനിക്ക് ഈ സ്റ്റീം കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത്ര ഇഷ്ടമല്ല, പണ്ടോട്ടേ ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേരിയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തത് എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ വേരിയൻസ് പഠിച്ചിരുന്നു. വേരിയൻസിൻ്റെ A സെക്ഷനൊക്കെ ചെയ്താൽ അപ്പോൾ C സെക്ഷൻ ചെയ്യാൻ പറ്റേണ്ടതാണല്ലോ, അത് നോക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ എല്ലാ സെക്ഷനും ചെയ്തു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിനെ വാല്യൂ ചെയ്യണം. അപ്പോൾ അറിയാം ഇതിലെന്തൊക്കെ പൊട്ടത്തിട്ടുണ്ടെന്ന്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ 40 മിനിറ്റ് അത്രയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെർഫോമൻസ് മെഷർമെൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് അത്രയും ടൈം എടുക്കുക. കാരണം അത് ഒരുപാട് ടൈപ്പ് ചെയ്യാനുള്ളതുകൊണ്ടാണ്. ബാക്കി ഒന്നിനും ഇത്രയും ടൈം എടുക്കില്ല. അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് ChatGPTയിൽ ഇട്ടിട്ട് നമ്മുടെ മാർക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേരിയൻസ് കാൽക്കുലേഷനിൽ അവർ പറയുന്നത് കാൽക്കുലേഷൻസ് മോസ്റ്റ്ലി എല്ലാം കറക്റ്റ് ആണെന്നാണ്. ഇതുണ്ടല്ലേ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, പക്ഷേ മൈനർ ഇഷ്യൂസ് ഉണ്ട്. B എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, Gന് പകരം. അതൊക്കെ ചെറിയ കാരണം നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും ഫുൾ ടൈം എഴുതുമല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് 17 മാർക്ക് കിട്ടി. അപ്പോൾ 2 C സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി B സെക്ഷൻ ഏതിനാണ് ചെയ്യാം? വേരിയൻസിൻ്റെ ഇനി ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ സെറ്റാക്കി. അതുകൊണ്ടാണല്ലോ ഈ ക്വസ്റ്റ്യൻ ഇത്രയും മാർക്ക് കിട്ടിയത്.
അപ്പോൾ ഇനി കുറച്ചും കൂടി ടഫായിട്ടുള്ള എനിക്ക് ചെയ്ത് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് അത് പഠിക്കാൻ വിചാരിക്കുന്നു. അതൊന്നും എടുത്ത് നോക്കട്ടെ ഏതാണ് പോർഷൻ എന്ന്. ഇത് നമ്മുടെ ഫാക്കൽറ്റി തന്നിട്ടുള്ള സ്റ്റഡി പ്ലാനറാണ്. ഇതിൽ ഞാൻ ഈ ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഇത് ഓൾറെഡി ചെയ്തു കപ്ലാൻ്റെ, പക്ഷേ BPPയുടെ ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ അത് വലിയൊരു കോൺഫിഡൻസ് ഇല്ല ആ ഒരു സെക്ഷൻ. ABC ഒക്കെ ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ട്രിക്കി ആയിട്ടാണ് നമുക്ക് PMൽ വരിക. ACCA പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ജൂൺ അറ്റംപ്റ്റിൽ ഏത് പേപ്പറാണ് ചെയ്യുന്നത്? പ്രിപ്പറേഷനൊക്കെ എവിടെ വരെ എത്തി? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഒരാഴ്ചയും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇനി എക്സാമിന്. അപ്പോൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഒരു റിഗ്രറ്റിനുള്ള ചാൻസ് കൊടുക്കരുത്. ഫെയിൽ ആവുകയാണെങ്കിലും നമ്മുടെ മാക്സിമം ചെയ്തു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു 1:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ച് വന്നു. ഇനിയിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ചെയ്യാനുള്ളത് ഈ സ്പെഷ്യലിസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടി പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും അമ്മ വരും. അമ്മ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അവർ വരും. അവരെ കൊണ്ടുവരാൻ പോകണം. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇന്നിപ്പോൾ ജിമ്മില്ല, ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു 4:30 തൊട്ടിട്ട് 6 മണി വരെ അങ്ങനെ പഠിക്കാം. 6 മണി തൊട്ടിട്ട് 8 മണി വരെ നമ്മുടെ സാറിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കാണണം. അത് കഴിഞ്ഞിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും അടുത്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഇത് ചെയ്ത് തീർക്കാം. ഇൻ മൈ കേസ് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തൊരു പേപ്പർ എന്ന് പറയുന്നത് ഈ PMN ആയിരിക്കും. കാരണം ഇത്രയും ഹവേഴ്സ് ഞാൻ വേറെ ഒരു പേപ്പറിനും ഇട്ടിട്ടില്ല. കാരണം ഇതെൻ്റെ ലാസ്റ്റ് സ്കിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പറിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്രൂഷ്യലാണ്. ഇതാ നിൽക്കുന്നു പോരാളി. ഇടിച്ചിട്ടാലോ. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അത് മാത്രമല്ല എനിക്ക് ആ ഗെയിംസിൻ്റെ ഗെയിം പാഡ് കിട്ടി. അപ്പോൾ അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിംസിൻ്റെ X5 ലൈറ്റ് എന്ന് പറയുന്ന മോഡൽ. നമുക്ക് മൊബൈൽ ഗെയിംസ് കളിക്കാനാണെങ്കിലും അതല്ലാതെ ക്ലൗഡ് വഴി GTA 5 ഒക്കെ പോലത്തെ അങ്ങനത്തെ AAA ടൈറ്റിൽ ഗെയിം കളിക്കാനാണെങ്കിലൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണെന്ന് മാത്രമല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമുക്കൊരു ടാബ് വരെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സാംസങ് ടാബോ iPad ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് ഗെയിം കളിക്കാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്ക് ആൻഡ്രോയിഡിലും iOSലും വർക്ക് ചെയ്യും. കാരണം C ടൈപ്പ് പോർട്ടാണ്. ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഐഫോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റ് കത്തും, ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കത്തും. അപ്പോൾ ഈ iOSൽ വർക്ക് ചെയ്യുന്ന ഗെയിം പാഡ്സ് വളരെ കുറവാണ്. അപ്പോൾ ആ ചുരുക്കം ചില ഗെയിം പാഡ്സിൽ പറഞ്ഞാണ് നമ്മുടെ ഗെയിംസിൻ്റെ X5 ലൈറ്റ്. അത് മാത്രമല്ല നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ iPhone 16 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് Asphalt 9 കളിച്ച് നോക്കാം. ഞാൻ നോർമലി ഇതേപോലെയുള്ള റേസിംഗ് ഗെയിംസ് കളിക്കാറില്ല. ഞാൻ പണ്ടാണെങ്കിലും കളിച്ചുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ഗെയിംസ് ആണ്. പക്ഷേ ഈ ഒരു ഗെയിം പാഡ് കണക്ട് ചെയ്ത് ഫോണിൽ ഇങ്ങനെ Asphalt കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ചെറിയ സ്ക്രീനിൽ കിടന്ന് തുഴയേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മളൊരു പ്ലേ സ്റ്റേഷനിലൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത് ആ ഒരു ഫീലോട് കൂടെ തന്നെ കളിക്കാൻ പറ്റും. TVക്ക് പകരം ഫോണാണെന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. നിങ്ങളിങ്ങനെ മൊബൈലിലൊക്കെ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ക്ലൗഡ് ഗെയിമിങ്ങോ കാര്യങ്ങളൊക്കെ കളിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കയറി മേടിച്ചോ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി കുട്ടപ്പനായി വന്നു. ഇന്നിപ്പോൾ നമുക്ക് ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ല, സൺഡേ അല്ലേ. ഇന്നിപ്പോൾ നമുക്ക് 2 ഹവറാണ് സാറിൻ്റെ റിവിഷൻ ക്ലാസ് ഉള്ളത്. C സെക്ഷൻ മാത്രം ചെയ്യാനാണ്. ശരിക്കുള്ള റിവിഷൻ തുടങ്ങുന്നുള്ളൂ. ഇതൊരു പ്രീ റിവിഷൻ എന്നുള്ള രീതിയിൽ വെറുതെ C സെക്ഷൻ ചെയ്ത് പോകാന്നുള്ളൂ. അപ്പോൾ 2 C സെക്ഷനാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിൽ നിന്നും സാർ ഓരോ C സെക്ഷൻ വെച്ചാണ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളെക്കാളും എഫേർട്ട് സാർ എടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം ഇനി ഒരു ഫാക്കൽറ്റിക്ക് ചെയ്തു തരാനില്ല. അങ്ങനെ ഒരു 7:15 ഒക്കെ ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനുണ്ട്. അത് ചെയ്യണം. പിന്നെ കുറച്ച് ബേസിക് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ C സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ വീഗൻ കമ്പനി ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത് ജംഗിൾ കമ്പനി. കാരണം അതാണ് ഞാനുള്ളൂ ഫസ്റ്റ്. അപ്പോൾ അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഈ വീഗൻ കമ്പനിയും കൂടി കഴിഞ്ഞാൽ 5 C സെക്ഷൻ ആയിട്ടോ. ലൈക്ക് നമ്മുടെ പ്ലാൻ 4 എണ്ണമായിരുന്നു, 5 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇനിയിപ്പോൾ B സെക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം ഈ C ഇങ്ങനെ കുറേ എണ്ണം ചെയ്തുകൊണ്ട് ഞാൻ നല്ലോണം ടയേർഡായി. ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് എന്തൊക്കെയൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയത് കംപ്ലീറ്റ് ആക്കാൻ ഇപ്പോൾ ഒരു മൂഡില്ലാന്ന് വെച്ചാൽ വയ്യ, ഭയങ്കര ക്ഷീണിച്ചു. കാരണം ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണതുണ്ട്. ഇത് മൊത്തം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിരുന്നുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി പറ്റുമെങ്കിൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനോട് വെച്ച് നിർത്തും. കാരണം ഇതിൻ്റെ അധികം ക്വസ്റ്റ്യൻസ് സാറ് ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്താലും ഇത് കിട്ടും.
ഇതങ്ങനെ കുറേ എണ്ണം ചെയ്ത് വെച്ചോട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്കിലും ഉണ്ടാവും. ഞാൻ ഇതിപ്പോൾ എന്തായാലും നിർത്താൻ പോയി, ഫുഡ് കഴിച്ചിട്ടൊക്കെ നോക്കാം. ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി, കാരണം നമ്മൾ ഈ ഫുൾ ടൈം സ്ക്രീനിൽ നോക്കിയിരിക്കുകയല്ലേ, കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെസ്സാണത്. എന്തായാലും തുടങ്ങി. ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് തീർത്തിട്ടേ ഉറങ്ങണുള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെയും പോകും. അപ്പോൾ ഇത്രയും ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ചിലപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. ഇതൊരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ChatGPT-യിൽ ഇട്ട് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയത് 17 മാർക്കാണ്. ആക്ച്വലി കുഴപ്പമില്ല, കാരണം ഞാനതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. ഇന്നെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ നിർത്തുകയാണ്. ഇപ്പോൾ ടൈം 11 മണി പോലും ആയിട്ടില്ല. പക്ഷേ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, കാരണം നിങ്ങൾ കണ്ടതല്ലേ ഈ PMൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടൈപ്പ് ചെയ്യാനുണ്ടാവും, കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, ആകെ തല പുകയും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നിർത്തുകയാണ്, പെട്ടെന്ന് ടയേർഡായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോളിൽ ഉണ്ടായിരുന്നത് 2 B സെക്ഷനും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആക്ച്വലി 5 C സെക്ഷൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ A സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ 2 B സെക്ഷനാണ് ഇന്നത്തെ നമ്മൾ പെൻഡിങ് വെച്ചത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ജൂൺ സെഷനിലെ ലാസ്റ്റത്തെ സ്റ്റഡി വ്ളോഗ് ആയിരിക്കും കേട്ടോ. കാരണം ഇനി ഞാൻ ഈ ഒരു സെഷനിൽ സ്റ്റഡി വ്ളോഗ് എടുത്ത് അത് എഡിറ്റ് ചെയ്യാനൊക്കെ നിന്നാൽ അതൊരു പക്ഷേ എൻ്റെ റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റഡി വ്ളോഗ് കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയുള്ള ദിവസത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.